വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. അതേസമയം വിഴിഞ്ഞം എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉദ്ഘാടന ചടങ്ങ് മുൻ സർക്കാരിനെ വിമർശിക്കാനുള്ള വേദിയാക്കി മാറ്റി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ഗവൺമെന്റിന് കുറെ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഞാൻ ഇതിനു മുൻപ് ഇവിടെ നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിൻ്റെ കിട്ടുന്ന ഗുണത്തിൻ്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിൻ്റെ കിട്ടുന്നതിൻ്റെ നേട്ടം. വൈകിപ്പോയി. But it is not too late. This is the right time to start our work. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, മുൻ സർക്കാർ അവരുടെ ബാധ്യത കൃത്യമായി നിറവേറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇപ്പോഴത്തെ ഈ സർക്കാരിന് ഇത് ഉദ്ഘാടനം ചെയ്യാനാകും എന്ന ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ എന്തൊക്കെയാണ് നിലവാരം കുറഞ്ഞ കക്ഷി രാഷ്ട്രീയം പറഞ്ഞത് വി ഡി സതീശൻ. നോക്കൂ, അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അടക്കം VGF ഫണ്ട് അടക്കം കേന്ദ്രം നിഷേധിച്ച ഘട്ടം. ഇതേ മുഖ്യമന്ത്രി മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവിടെ നടന്ന സമരങ്ങളിലൂടെ ഇതിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിപക്ഷത്തിനും ഒബ്ലിഗേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടം നിലനിൽക്കുകയാണ് ഇതൊന്നും അറിയാത്തതുപോലെ മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യാനായി വന്നത്. എന്നിട്ടാണ് മുൻ സർക്കാരിനെ കുറ്റം പറയുന്നതെന്നുള്ള വലിയ വസ്തുത ഇവിടെ വെളിവാവുകയാണ്. കമലേഷ് തെക്കേക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞത്? ജിംഷാദ്, ഈ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. നേരത്തെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി UDF ഏതെങ്കിലും തരത്തിലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും പരിശോധിക്കപ്പെടേണ്ടത്. ഒരു ഘട്ടത്തിൽ പല ആളുകൾ UDFന്റെ നേതാക്കൾ ഒരു കല്ല് പോലും ഇവിടെ ഇടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. UDFന്റെ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന നേതാക്കളുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ ഇതെന്തോ അവരുടെ വലിയ പ്രയത്നത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്, മുൻ സർക്കാരുകളൊക്കെ വലിയ വീഴ്ച വരുത്തി എന്ന നിലയിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിഴിഞ്ഞം സംബന്ധിച്ച് ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാം എങ്ങനെയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇതിന്റെ മുന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത്, മുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇതിന്റെ കരാർ, അതിലെന്തൊക്കെ കാര്യങ്ങളാണ്, സംസ്ഥാനത്തിന് എന്ത് നേട്ടമാണ് ആ കരാർ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പിന്നീടാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഉണ്ടാവുന്ന ആ ഘട്ടത്തിലാണ് ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഇതിന്റെ കരാറിൽ സമൂലമായ അഴിച്ചുപണി ഉണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ ഒരു പദ്ധതിയായി ഈ വിഴിഞ്ഞം മാറുന്നത് ആ കരാറിലൂടെയാണ്. LDF സർക്കാർ കൊണ്ടുവന്ന കരാറിലൂടെയാണ്. അതിവേഗം ദ്രുതഗതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ 2-3 വർഷം മുൻപ് തന്നെ അത് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. അന്നു തൊട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ നിർണായകമായ ഒരു നാഴികക്കല്ല് കൂടി താണ്ടുകയാണ് വിഴിഞ്ഞം തുറമുഖം. കരമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് ഇന്ന് ഫ്ലാഗ് ഓഫ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് വന്ന് ഈ ചരക്ക് കൈമാറ്റം മാത്രമല്ല, നമ്മുടെ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ തുറമുഖങ്ങളൊക്കെയാണ് ഇന്ത്യൻ കപ്പലുകളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുൾപ്പെടെ ആശ്രയിച്ചിരുന്നത്. ഇനിയിപ്പോൾ അത്തരത്തിൽ പോകേണ്ടതില്ല. വിഴിഞ്ഞത്തെത്തി വിഴിഞ്ഞത്ത് നിന്ന് നമുക്ക് കയറ്റുമതി നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ അത് യാഥാർത്ഥ്യമാവുകയാണ് എന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും പലതരത്തിലുള്ള, അതായത് മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള ചില പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം കൂടി ഇന്ന് മുഖ്യമന്ത്രി അവിടെ നടത്തുകയുണ്ടായി. ഏതായാലും ഒരു പോർട്ട് സിറ്റി എന്ന ഒരു ലക്ഷ്യമാണ് സർക്കാർ നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ നിലവിലുള്ള ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡുമായി, അത് ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലൊക്കെ എത്രത്തോളം UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ മാത്രമാണ് നിലവിൽ സർക്കാർ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ സർക്കാരുകളെ കുറ്റം പറയുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ജിംഷാദ്.
തീർച്ചയായും കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും വിജയം മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കാറിൽ ഓടി വന്നിട്ട് കാറിൻ്റെ പെട്രോൾ ടാങ്ക് തുറന്ന് പെട്രോൾ എവിടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. മലയാളിയുടെ ഓർമ്മശക്തിയെ പരിഹസിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഫലം കൊയ്തുകൊണ്ട് മുൻ സർക്കാരിനെ രാഷ്ട്രീയവൽക്കരിച്ച് സംസാരിക്കുന്ന വി.ഡി. സതീശൻ്റെ രീതി. എന്തായിരുന്നാലും വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ ഫുൾ സ്വിങ്ങിലേക്ക് പ്രവർത്തനം തുടങ്ങുന്നു എന്നതുകൂടിയാണ് വാർത്ത.